പടം കണ്ടോ? ഏതെങ്കിലും സീക്വൻസുകളൊക്കെ നേരത്തെ സുചിത്രേൻ്റെ 1-2 സ്ഥലത്ത് കണ്ടിരുന്നു എന്നൊക്കെ വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ എത്രമാത്രം എക്സൈറ്റഡ് ആണ്? അപ്പോൾ ഇതിന്റെ റെസ്പോൺസ് ഒക്കെ അറിയുന്നുണ്ടോ? ഞാൻ വിളിച്ച് പറഞ്ഞു ഹാപ്പിയാണ്. ഊട്ടി എവിടെയോ പോയിട്ടില്ല. അപ്പം നാളെയോ മറ്റന്നാളോ വീട്ടിലെത്തുമ്പോൾ കാണും. ആണോ? എന്താണ് ആളോട് പറഞ്ഞപ്പോൾ ആളുടെ ഒരു സന്തോഷം എന്താണ്? ഞാൻ പറഞ്ഞില്ല, നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട്, എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ലാലേട്ടൻ സിനിമ ഉണ്ടോ? കാണും, കണ്ടിട്ടില്ല. മൊത്തം എങ്ങനെയാണ് മാമിന് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? ഇതുവരെ നല്ല റെസ്പോൺസ് ആണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഹൃദയം കണ്ട് മാം ഇവിടെ എടപ്പള്ളിയിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോൾ ഞാൻ അതേപോലെ സംസാരിച്ച ഒരാളാണ്. അന്ന് നമ്മൾ ചോദിച്ചിരുന്നത് അതൊരു 100 കോടി ക്ലബ്ബിൽ കയറുന്ന സിനിമയാണ്. അത് ഏകദേശം അടുത്ത് എത്തുകയും ചെയ്തിരുന്നു. ഇതെങ്ങനെയാണ്, എത്രമാത്രം പ്രതീക്ഷയാണ് ഒരു 100 കോടി ക്ലബ്ബ്? ഇപ്പോൾ മലയാള സിനിമയുടെ നല്ല കാലമല്ലേ? വന്നിട്ട് നല്ല കളർഫുൾ ഇഷ്യൂ ആയിരിക്കും. ഇപ്പം സിനിമ ഇറങ്ങിയിട്ട് നല്ല റിപ്പോർട്ടൊക്കെ കിട്ടുന്നത്. അപ്പം യൂഷ്വലി സിനിമ ഇറങ്ങുമ്പം ഒന്ന് നല്ലതാവും, അങ്ങനെയല്ല, എല്ലാം നല്ലതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലൊരു ഇഷ്യൂ, എല്ലാ സിനിമയും പോയി കണ്ടിട്ട് എൻജോയ് ചെയ്യണം. പിന്നെ മൊത്തം കഥകൾ കേട്ടപ്പോൾ ഏത് ഭാഗമാണ് മാമിന് ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് സിനിമയുടെ? അല്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല. അല്ല മാം, കഥ കേട്ടിരുന്നു വിനീതേട്ടൻ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പറയുന്ന ഒരാളുടെ കഥ എഴുതുന്നത്, അവൻ ആലോചിച്ച് എഴുതുന്നതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക, ആൾക്കാരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് യൂഷ്വലി വിനീത് എഴുതുന്നത്. അപ്പം ഇനി ഞാൻ പോയി കാണില്ല. ഈ ട്രെയിലർ കണ്ടിട്ട് പലയിടത്തും പറഞ്ഞായിരുന്നു അപ്പൂനെ കാണുമ്പോൾ ലാലേട്ടൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട്. കുറേ പേര് പറഞ്ഞു ഇങ്ങനെ അതിൻ്റെ മാനറിസംസാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അവൻ്റെ ഡ്രസ്സിങ്ങും വിനീത് വന്നിട്ട് പഴയ മുരളീചേട്ടൻ്റെ ആ ഒരു ഇത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആ ഡ്രസ്സിങ്. പക്ഷേ കമലദളം ആ പടത്തിലൊക്കെ ചേട്ടൻ ഏകദേശം അതുപോലത്തെ ഒരു സ്റ്റൈലായിരുന്നല്ലോ. പിന്നെ നല്ല മാനറിസംസും ഉണ്ട്. ലാലേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ, ഇങ്ങനെ മാനറിസം ഉണ്ടെന്നായിട്ടോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ചേട്ടൻ കാണട്ടെ, പടം കാണട്ടെ. ട്രെയിലർ കണ്ടോ? ട്രെയിലർ കാണുമ്പോൾ പറഞ്ഞില്ല, ഇഷ്ടമായി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. മാനറിസംസിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഇപ്പം എല്ലാവരെ പോലെ തന്നെ മാമും ഇത് ഭയങ്കര പ്രതീക്ഷയോടുള്ളൊരു സിനിമയായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും. എല്ലാവരും ആശംസിക്കുന്നു.